എനിക്കൊരു ദുരുദ്ദേശമില്ല. ശാലിനിയുടെ സുരക്ഷിതത്വം നോക്കിയാ ഞാൻ ഈ കാര്യങ്ങൾ പറയുന്നത്. മനസ്സിലാക്കാൻ പറ്റുമെങ്കിൽ മനസ്സിലാക്കുക. ശിവ, ശിവ, ശാലിനി എണീറ്റോ? കുറെ നാളുകൾക്ക് ശേഷം ഇന്നലെ ഒരു അടി ഉണ്ടാക്കിയോണ്ട് സ്വസ്ഥമായിട്ട് ഉറങ്ങാൻ പറ്റി. നമുക്ക് വൈകിക്കാൻ പറ്റില്ല. ഉടനെ ഇവിടുന്ന് പോണം. അയ്യോ, ഞാൻ ആ കാര്യം അങ്ങ് മറന്നു. ഓക്കെ ഓക്കെ, ഞാൻ റെഡി. നമുക്ക് പോയേക്കാം. സാർ, സാർ, കട്ടൻ ചായ. മേഡം, ഇതിവിടുത്തെ സ്പെഷ്യൽ ആണോ? അങ്ങനൊന്നുമില്ല. പക്ഷേ സാറിനെ പോലുള്ള ഗസ്റ്റുകൾക്ക് ഞങ്ങളിങ്ങനെ കൊടുക്കും. ഈ കട്ടൻ ചായ ഇന്നലത്തെ സ്പെഷ്യൽ പെർഫോമൻസിനാ. അങ്ങനെയാണെങ്കിൽ നാട്ടിലാരെങ്കിലും കട്ടൻ ചായ ഒരു ഫ്ലാസ്കിൽ കൊണ്ട് നടക്കേണ്ടി വരും. അവിടെ ഞാൻ എപ്പോ നോക്കിയാലും ഇതുപോലത്തെ ഒരു പെർഫോമൻസ് അല്ലേ? അത് ഞാൻ ഇന്നലെ കണ്ടല്ലോ. എന്തടിയായിരുന്നു സാർ ഇന്നലെ അടിച്ചത്? അവന്മാരെ ജീവിതത്തില് വാങ്ങിച്ചു കൂട്ടിട്ടുണ്ടാവില്ല ഇതുപോലൊരടി. ശരിക്കും സാറ് പുലി തന്നെ. ഓ, സാറ് സൂപ്പറാ കേട്ടോ. എന്തൊരു പെർഫോമൻസ് ആയിരുന്നു. അവന്മാര് ഈ പരിസരത്തൊന്നും ഇല്ലല്ലോ അല്ലേ? അതൊക്കെ ഇന്നലെ തന്നെ പോയി. പക്ഷെ സാറ് സൂക്ഷിക്കണം. അവന്മാര് കുഴപ്പക്കാരാ. അതി ചിലര് ഇവിടുത്തെ നാട്ടുകാരാണെന്നുള്ള അഹങ്കാരമുണ്ട്. എന്തിനു മുതിരുന്നവന്മാരാ, തനി ചട്ടമ്പികള്, കുഴപ്പക്കാരാ. ഞാനും കുഴപ്പക്കാരനാ. അവരൊരടി അടിച്ച രണ്ടടിയെങ്കിലും തിരിച്ചടിക്കാന്നുള്ള ചങ്കൂറ്റമുണ്ട്. പിന്നെന്ത് പേടിക്കാനാ? ആ, വരുന്നത് നമുക്ക് വരുന്നിടത്ത് വെച്ച് കാണാം. അത് വൈകിക്കാൻ പറ്റില്ല. പോണം. ആ, പോയേക്കാം. ശാലിനി റെഡി ആയിക്കോ, ഞാൻ റെഡിയാ.